ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ വീടുണ്ടാക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ല. ഞാൻ നല്ലോണം ടയർഡായിരുന്നു. അത് കാരണം വീടുണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ കുറേ നേരം ഇരുന്ന് ചെയ്തിട്ടാണ് ഗൈസ് ഞാൻ അങ്ങനെയെങ്കിലും എത്തിച്ച്. വീട് നമുക്ക് ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ഇടാണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ വീടുണ്ടാക്കിക്കണത് ഇടും. ഞാൻ പുറത്ത് കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇത് കണ്ട നമുക്ക് ഇവിടെ മറ്റേ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്നും കാണില്ല. നമ്മ ഇവിടെ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കി. മുകളിലൊക്കെ സൈൻ ബോർഡ് കിട്ടിയില്ല. സൈൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കണം? എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. സൈൻ ബോർഡ് ഉണ്ടെന്ന് തോന്നുന്നു. സൈൻ ബോർഡ് നമുക്ക് അതേ രണ്ടെണ്ണമുണ്ട്. ഗൈസ് നമുക്ക് കിട്ടി സൈൻ ബോർഡ്. ഞാൻ ഇന്നലെ വെക്കാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. പിന്നെ നിങ്ങളെ കാണിച്ച് വെക്കാന്ന് വിചാരിച്ചു. ഏകദേശം ഒരു സെൻറ്ററിലായിട്ട് വെക്കാം ഗൈസ്. ഡോറ് എൻ്റെ ഇവിടെ സൈൻ ബോർഡ് മൈനിങ് ഏരിയ അങ്ങനെ കൊടുക്കാം ഗൈസ്. മൈനിങ് ഏരിയ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇന്നലെ ഡീപ്പ് സ്ലൈറ്റിൻ്റെ ആ ഒരു ലെവലൊന്നും എത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഉണ്ടായി. ഞാൻ ഈ ചാടി പോണ കാരണം എൻ്റെ ഹങ്കർ ലെവൽ ഭയങ്കരമായിട്ട് കൂടാണ്ട്. ഞാൻ പിന്നെ അപ്പുറത്തുനിന്ന് ഒരു കേവ് ഇന്നലെ ഞാൻ അടച്ചായിരുന്നത് ഫുൾ ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്താണ്. നമുക്കൊരു ഓറ് പോലും കിട്ടിയില്ല. ഇതിവിടെയൊക്കെ അത് ഉണ്ടായി. ഇതിവിടെ ഒരു കേവിൻ്റെ എൻട്രൻസ് ഉണ്ട്. ഇത് ഈ കോബിൾ സ്റ്റോൺ കിടക്കണോടെ. പിന്നെ ഇതിവിടെ ഉണ്ടൊരു എൻട്രൻസ്. ഇങ്ങോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് അയൺ ഫാമാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ അയൺ കുറവായത് കാരണം നമുക്കധികം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ട ഗൈസ്, നമ്മൾ ഇപ്പം തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹങ്കർ ലെവൽ അവിടെ എത്തുമ്പോൾ ഭയങ്കര കുറവായിരിക്കും. ഇത് കാരണമാണ് ഞാൻ അധികം അങ്ങോട്ട് തഴച്ചാട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഇന്നലെ വന്നപ്പോൾ നൈറ്റായി. ബെഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അവസാനം ഞാൻ കഷ്ടപ്പെട്ടാണ് ബെഡ് സെറ്റ് ചെയ്ത്. ഭാഗ്യത്തിന് സോംബി ഒന്നും അറ്റാക്ക് ചെയ്യില്ല. പുറത്ത് ഇഷ്ടംപോലെ സോംബി നിൽക്കാണ്ടായി. അവന്മാരുടെ കണ്ണോട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിലോട്ട് ഓടിപ്പോയി. ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ വേൾഡിൽ ചത്തായി. എന്നുവെച്ചാൽ നമ്മൾ ഈ വേൾഡ് നിർത്താനൊന്നുമില്ല ചത്തെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ചെറിയ കുഴിയായിരുന്നു. ആ കുഴി നമ്മൾ അടച്ച്. പിന്നെ ഇവിടെ ഒരു ഫാം സെറ്റ് ചെയ്ത് കൈ കിട്ടിയ സീഡ് മൊത്തം കൊടുത്തിട്ടിട്ടുണ്ട്. ഏതൊക്കെ സീഡ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നടുക്കൊരു വെള്ളത്തിൻ്റെ ഇത് വെക്കണമെന്ന് ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പം അയൺ സ്മെൽറ്റായി കിട്ടിയിട്ടില്ല. ആകെ ഇന്നലെ കിട്ടിയ 2 അയണാണ്. അത് നമ്മുടെ വെട്ടിക്കാട്ട് എന്താ അത് വെച്ച് ഞാൻ ഷീർ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ ഓക്ക് ലീവ്സ് കുറച്ചെണ്ണം അത് വെച്ച് വെട്ടിയെടുത്ത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ പൊന്ന് കഴിച്ച് ഇന്നലെ ഞാൻ തളർന്നു പോയി. കാരണം എത്ര മണിക്കൂർ ഇരുന്നെന്നറിയൂ. അത്ര മണിക്കൂർ ഇരുന്നിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ഫ്ലാറ്റ് ആക്കിയത്. എന്തോ 10-12 സ്റ്റാക്കൊക്കെ എന്തോ എടുത്തെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയെല്ലാം അടച്ച്. ഇവിടെയാണ് നമ്മുടെ ഇത്ര സ്പേസിലാണ് നമ്മുടെ വേസ്റ്റ് വെക്കാൻ പോണത്. ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഈ മൈനിങ് ഏരിയയുടെ ഈ ഒരു സംഭവം വന്ന കാരണം ചെയ്യണില്ല. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം സെറ്റ് ചെയ്ത് വെക്കണം. ബാൽക്കണി വല്ലതും സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ഈ ഡോഗിനെ ഒന്ന് പെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോണില്ല ഗൈസ്. ബോണിനിപ്പോൾ രാത്രി സ്കെൽറ്റൻ വന്നവരെ വെയിറ്റ് ചെയ്യണം.
ഞാൻ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നിട്ട് പിന്നെ ഞാൻ അറിയാണ്ട് ബെഡെടുത്ത് സെറ്റ് ചെയ്ത് ഒത്തിരി കിടന്നിറങ്ങി. ഇറങ്ങിയിട്ട് നിർത്തി. ഞാൻ ആ കാര്യമേ വിട്ടുപോയി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൈനിങ് ഏരിയയുടെ സംഭവം കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി ഞാൻ പെട്ടെന്ന് ബെഡെടുത്ത് വെച്ചാറും പിന്നെ നിർത്തില്ല. ഞാൻ പിന്നെ നിർത്തി. ഗൈസ്, ഇവിടെ എന്തോ സംഭവം ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പം ആകെയുള്ള 8 അയണാണ്. നമ്മുടെ കയ്യിൽ മൊത്തം 10 അയൺ ഉണ്ടായി. അത് ഞാൻ സ്മെൽറ്റ് ചെയ്ത്. എനിക്കിത് അവിടെ നിന്ന് അയൺ കിട്ടി. മറ്റേ നിതർ പോർട്ടൽ അതിൻ്റെ അവിടെ നിന്ന് ഇത് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ട് സെറ്റ് ചെയ്തായിരുന്നു. ഇഷ്ടം പോലെ ഡോട്ടൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിലായിട്ടായിരുന്നു ആ സൈഡിലോട്ട് പോയിട്ട് ഞാൻ അവിടെ വെച്ച് മിസ്സായി. ആ കാടിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി മിസ്സായി. പിന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് ഇങ്ങോട്ട് വന്നു. എന്നാലും ഓരോ ബ്ലോക്ക് എടുത്ത് വെച്ച് നല്ല ഭയങ്കരമായിട്ട് ഇതായിപ്പോയി ഗൈസ്. നമുക്ക് ഈ പോർട്ടലൊന്ന് സെറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ 2 ഫ്ലിൻ്റ് ഉണ്ട്. പിന്നെ ഈ എന്തായിരുന്നു ഇതിൻ്റെ പേര്? എന്തായിരുന്നു ഇതിൻ്റെ പേരൊന്നും ഞാൻ മറന്നുപോയി. കിട്ടിയില്ല. പൊളി. ഈ ആക്സ് ഒരു ഗുണമില്ലാത്ത സാധനമാണ്. ആനിമൽസിനെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. ബ്ലോക്കൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പേരെന്തായിരുന്നു? മാഗ്മബോക്സ്. പിന്നെ ഒരു അവിടെ കണ്ട സ്റ്റോൺ മാത്രം ഇട്ടിരിക്കണത്. അവിടെ നിന്ന് കുറച്ച് ഞാൻ ഡേർട്ട് എടുത്ത കാരണം അങ്ങനെ ആയതവിടെ. അപ്പം നിങ്ങൾ നല്ലൊരു ഡിസൈൻ അയ്യോ മറിപ്പോയി. അവിടെയാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പം നിങ്ങൾ നല്ലൊരു ഇത് പറയാം, ഏത് ലോഗോ വെച്ചിട്ടുണ്ടാക്കണമെന്ന്. എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു യൂട്യൂബറിൻ്റെ വീഡിയോയിൽ കണ്ടൊരു വീടുണ്ട് ഇതേപോലെ മലയുടെ മുകളിൽ നിർത്തിയേക്കണത്. എന്തായിരുന്നു പേര് പറഞ്ഞു ഗൈസ്. അപ്പം അതിൻ്റെ ആ ഒരു ഇതിൽ അതേപോലെയാണ് സെറ്റ് ചെയ്യാൻ നോക്കണം. അതേപോലെ കോപ്പി അടിച്ച് വെക്കാനല്ല, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചിട്ട് സെറ്റ് ചെയ്യാനാണ്. ഇവിടെയൊക്കെ പുല്ല് വളർന്നു. ഇന്നലെ ഇവിടെ ഈ ഗ്രാസ് ഒന്നും ഉണ്ടായില്ല. ഇതിവിടെ മാത്രമേ ഇച്ചിരി ഗ്രാസ് ഉണ്ടായത്. ഇവിടെയൊക്കെ ഇന്നലെ അത്രയും ചെയ്തപ്പോൾ തന്നെ അമ്മ മടുത്തു. ഇന്നലെ ഒരു ഫർണേസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ്. ഞാൻ ഈ മൈനിങ് ഏരിയ ഉണ്ടാക്കിയത് മെയിനായിട്ട് മറ്റേ ഒരു ബ്ലാക്ക് കളർ ബ്ലോക്ക് ഇല്ല, അതിൻ്റെ പേരെന്തായിരുന്നു? ആ ബ്ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ആ ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ പിക്കാക്സും പൊട്ടാറ്. ഇത് കണ്ട ഗൈസ്, പിക്കാക്സ് ഇത്ര ഉള്ളു. അത് കാരണം ഞാൻ പിന്നെ നോക്കിയില്ല. നമ്മുടെ ഇന്നലെ കുറേ ഫ്ലവറൊക്കെ കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവറാണ്. വെറുതെ കയ്യിരിക്കും. അതുകൊണ്ടായി ഇത്രയും ഇതാണ് നമ്മുടെ ഇപ്പൊ ബാക്കിയിരിക്കണത്. 2 സ്റ്റാക്കും പിന്നെ 28. 2 സ്റ്റാക്കും 28 ഇതുണ്ട് ഗൈസ്. പിന്നെ ഇത് കണ്ട കോബിൾ സ്റ്റോൺ ഇത്ര ഉണ്ട്. ആൻഡസൈറ്റ് എത്ര ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. പോയോട്ടെ ഇറങ്ങി പൊട്ടിച്ച് നോക്കാം. പൊളി, ഒന്നും കിട്ടിയില്ല. നല്ല വെക്കാതെ ഒന്നും കിട്ടിയില്ല. നമുക്ക് ആ ഡോഗിനൊന്ന് പെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം വെയിറ്റ് ചെയ്യാം. രാത്രി മോപ്സൊക്കെ വരുന്നവരെ. അയ്യോ ഗൈസ്, നമ്മുടെ ഷീൽഡ് ഇല്ല. ഓ ഗൈസ്, നമ്മുടെ ഷീൽഡ് ഇല്ല. ഓ ഗൈസ്, മാറിപ്പോയി. ഒരു ലെവറാണ് ഞാൻ എടുത്തത്. നമ്മളിപ്പോൾ എല്ലാം പുറത്ത് സെറ്റ് ചെയ്തേക്കണത്. ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ട് കത്തിക്കുക. ഇപ്പം നമ്മുടെ അതേ ഉള്ളു. അല്ലേ
ബ്ലോക്ക് വെച്ച് ചെയ്യാൻ പറ്റൂലേ? പറ്റൂലേ? ആ വാ, എല്ലാത്തിനും അടിച്ചു കൊടുക്കാം ഗൈസ്. പടാ 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 വീട്ടിൽ പോടാ. ഇന്നലെ ഉണ്ട്, എനിക്ക് അവനാണ് വേണ്ടത്. നമ്മുടെ ഇപ്പോൾ ഒരു ആർമർ പോലും ഇല്ല ഗൈസ്. അയ്യോ വേണ്ട, അയ്യോ നമ്മുടെ ആർമർ ഇല്ല ഗൈസ്. ഞാനിപ്പോഴോർത്ത് നമ്മുടെ ഒരു ആർമർ പോലും ഇല്ല. ചത്തോട്ടെ. ആ ചാട്ടെ ചാവ്. ഇവിടെ മെൻഡിങ് ആണത്. ഇത് കിട്ടിയില്ല ഗൈസ്. ബോ കിട്ടിയില്ല, ബോ സെറ്റ് പോയായിരുന്നു. മറ്റേ തിളങ്ങണ ഒരു ബോ. ആ ചാവി. ഓ ഗൈസ് ഒന്നും കിട്ടിയില്ല. നല്ല ലക്കായത് കാരണം ഒന്നും കിട്ടണം ഗൈസ്. എന്ത് പറയാ, പ്രോട്ടോ ഫ്ലഷ് കുറെ കിടക്കാണ്ട്. വേസ്റ്റ് ആയിപ്പോയി. നമുക്കിന്ന് കുറച്ച് ആനിമൽസ് മറ്റേതിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കണായിരുന്നു. എന്താണ് ഷീപ്പിനെയും കൗവിനെയൊക്കെ. കൗവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനെയൊക്കെ മൊത്തം പെറുക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു വിചാരിച്ചത്. ആ ഡോഗ് അവിടെ? ആ പൊളി. ബോൺ സെറ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഡോഗില്ല. എന്ത് കഷ്ടമാണ്. എനിക്ക് പൊട്ട സീഡാണ് കിട്ടിയെന്ന് ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു സ്കെൽറ്റൻ്റെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. ഇവിടെ എവിടെയോ ഒരു സ്കെൽറ്റൻ ഉണ്ട്. അല്ല ഐസ്, നമുക്കിത് ബോൺ വീല് സെറ്റ് ചെയ്യാം. നോക്കിക്കോട്ടെ ഐസ്, ഞാൻ ബോൺ വീല് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോഗ് പിന്നെയും വരും, അത് ഉറപ്പാണ്. ആ ഡോഗാണോ? അല്ലല്ലേ. നമുക്കിത് ബോൺ വീലാക്കാം. 3 ബോൺ വീല് കിട്ടുള്ളൂ. 9 ബോൺ വീല് കിട്ടും ഗൈസ്. 9 ബോൺ വീല്. നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഓ തീർന്ന. ബ്രെഡ് സെറ്റ് ചെയ്യാൻ കഴിച്ചു ചേച്ചി. ബ്രെഡ് എങ്കിൽ ബ്രെഡ്. ആ പൊടി ഒത്തി സെറ്റ് ചെയ്യാൻ പറ്റൂല. 7 സീഡ് കിട്ടി. ഇന്നലെ ഹോ ഉണ്ടാക്കിയത് പൊട്ടിയാന്നറിയില്ല ഗൈസ്. ഇതങ്ങാണ്ടും കുറച്ച് സെറ്റ് ചെയ്യണം. ഹോ എവിടെ? കുറച്ച് ഹോ വെച്ച് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. ആ ഹോ പൊട്ടാറായിട്ടുണ്ട്. ഹോ നാളെ പൊട്ട് ഇന്ന് തൊട്ടും പറഞ്ഞോണ്ടിരിക്കണേ. ഈ സീഡ് വെച്ചിട്ട് പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ മറ്റേ അയണൊന്ന് സ്മെൽറ്റ് ഇതിൻ്റെ അതിലല്ലേ, അയണൊന്ന് സ്മെൽറ്റ് ചെയ്യണം ഗൈസ്. അയൺ അല്ലെങ്കിൽ വെറുതെ ഇരിക്കണേ. അയൺ അവിടെ നിന്ന് സ്മെൽറ്റ് ആകട്ടെ. നമുക്ക് ഇനി ഇവിടെ ഗൈസ് നിങ്ങൾ നല്ലൊരു സ്ഥലം പറയാ ഈ അയൺ ഫാം സെറ്റ് ചെയ്യാനായിട്ട്. എവിടെ സെറ്റ് ചെയ്യണമെന്നൊന്ന് പറയാ ഗൈസ്. ഓ ഗൈസ് മാറിപ്പോയി. ഇത് വെച്ചൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റാത്ത എന്ത് പരിപാടിയാണ് ഗൈസ്. കണ്ട ഇതെന്ത് പരിപാടി. ഈ ആക്സ് വെച്ച് എന്തെങ്കിലും പറ്റുമായിരുന്നു വെച്ചെങ്കിൽ നല്ല രസമായിരുന്നു. ഞാൻ ഇപ്പം പൊങ്ങിക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ഥലമൊന്നും മര്യാദ കാണാനാണ്. ഇപ്പം നമുക്ക് ഇനി എവിടെ ഉണ്ടാക്കണം അയൺ ഫാം എന്ന് പറയണം. ഇതവിടെ ഉണ്ടാക്കണം.
അല്ലെങ്കിൽ ഇതവിടെ ഉണ്ടാക്കണമെങ്കിൽ എന്താണ് അവിടെ ഷീപ്പെന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യണം. ഇവിടെ ആണെങ്കിൽ അതായത് ഇതവിടെ ആണെങ്കിൽ പിഗ് എന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഈ ഐലൻഡിലാണ് ചെയ്യണമെങ്കിൽ കൗ എന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് തന്നേക്കണ ടാസ്ക് അതാണ്. ഇത് പിഗ്, ഇത് ഷീപ്പ്, ഇത് കൗ. പിന്നെ എങ്ങോട്ടെങ്കിലും ഉണ്ടാക്കി വെക്കണമെങ്കിൽ സ്കെൽറ്റ്. ഇതിലേതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. പിന്നെ ഈ അയൺ ഫാം ഉണ്ടാക്കാൻ നേരത്ത് നമ്മുടെ ബെഡിലായിട്ട് എന്തോ ലിങ്ക്സ് അങ്ങനെ എന്തോ സംഭവിക്കില്ലേ, അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ എൻ്റെ ബെഡ് എടുത്ത് മാറ്റണം എനിക്കറിയില്ല. നമുക്ക് വേറെ വല്ല എടുത്തും പോയി കിടക്കേണ്ടി വരും. അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. എന്തായാലും പറഞ്ഞു തരിക. ഇവിടെ ഒരു ഷീപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ അയൺ ഒരെണ്ണം സ്പെൽറ്റായി വെച്ചൊരു ഷീൽഡ് ഉണ്ടാക്കാം ഗൈസ്. എന്ത് ചെയ്യാനേ, ഒരു സംഭവം വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. 3 ആരുണ്ട് 8 സ്റ്റിക്ക്. നമുക്കൊരു നമ്മളിലിപ്പോൾ എത്ര സ്പ്രിങ് ഉണ്ട്? സ്പ്രിങ് ഒരെണ്ണമുള്ള ഒരെണ്ണം വെച്ച് എന്തുണ്ടാക്കാൻ പറ്റും? ഗൈസ്? ചൂണ ഉണ്ടാക്കണമെങ്കിൽ 2 വേണം. ഇപ്പോൾ ബോയ് ഉണ്ടാക്കണമെങ്കിൽ 3 വേണം. ഇതുണ്ടാക്കണമെങ്കിൽ 2 ബസ്സായ. ഇത് 2ആണ് ഇപ്പം നമ്മുടെ കയ്യിലില്ലാത്തത്. സ്പ്രിങ്ങും ഒരു ഹുക്കും, ഇത് 2 ഇല്ല. നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു ചൂണ്ട ഉണ്ടാക്കണം ഗൈസ്. നമുക്കിപ്പോൾ വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ട ഇപ്പം എല്ലാം ഉണ്ട് നമ്മൾ. ഷീൽഡില്ല, ആർമറും ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അയൺ ഫാം സെറ്റ് ചെയ്യണം. വില്ലേജേഴ്സിനെ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് വില്ലേജ് വേറെ എവിടെയെങ്കിലും ഉണ്ടാവും നോക്കണം. പിന്നെ നമുക്ക് നെതറിൽ പോയിട്ട് മറ്റേ എന്ത് മൂവായിരുന്നു എൻ്റെ പേര് ഓർമ്മ മറ്റേ ഗാസ്റ്റിന് വെച്ച് ചെറിയൊരു പരിപാടിയുണ്ട്. ഗാസ്റ്റിന് വെച്ചിട്ട് മറ്റേ എന്താണ് ബോട്ടൊക്കെ വെച്ച് വില്ലേജേഴ്സിനെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഗാസ്റ്റിനെ നമുക്ക് പെറ്റാക്കാൻ പറ്റും, മറ്റേ ചെറിയ ഗാസ്റ്റിനെ. അപ്പം നമുക്കത് സെറ്റ് ചെയ്യണം ആദ്യം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അതുണ്ടായി നമ്മൾ ഒരു ആർമർ പോലും ഇട്ടിട്ടില്ല. എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇത്ര എത്തിയത്. ഇനി എന്തിട്ട് കത്തിക്കും? കുറച്ച് വുഡ് ഇട്ട് കത്തിക്കും. 7 എണ്ണം വെച്ചിട്ട് നമുക്ക് ആദ്യം എങ്കിലോ അറിയാണ്ട് പിടിച്ച് ക്ലിക്കായി. ഞാൻ എന്തിനാണോ ഈ സംഭവം ഉണ്ടാക്കിയതില്ലേ ലിവർ നല്ല 2 ഒരാളും കൂടി 3 ഇനി ഒരു കമ്പ് അയൺ പിക്കാക്സ് തീർന്നു. ഒരാണാക്സ് അങ്ങനെ ഹോ ഉണ്ടാക്കാം. ഒരാൺ ഹോയിലല്ല ഷവൽ. 2 പോരട്ടെ. ഈ ഷീപ്പ് കുറേ നേരം കഴിച്ച് ഇവിടെ കിടന്ന് കറങ്ങണത് ഉണ്ട്. കുറേ നേരം കറങ്ങണം. നമുക്കിനി എന്തുണ്ടാക്കണം? ആക്സ് ഉണ്ടാക്കണം, പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം.
നമുക്കിനി ഈ 2 പിക്കാക്സും ഇതിൻ്റെ അകത്ത് വെച്ചേക്കാം ഗൈസ്. ഈ ഒരു ആക്സും വെച്ചേക്കാം. നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് വരാം. ഇവിടെ ഇല്ലല്ലോ വീട്. ഇത് നമുക്കൊരു സ്റ്റോറേജ് ആക്കാം ഗൈസ്. അത് നല്ലത്. ഒരു സ്റ്റോറേജ് ആക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും എവിടെയാണ് മറ്റേ അയൺ ഹാൾ സെറ്റ് ചെയ്യേണ്ടതെന്ന്. അതിനുള്ള റിസോഴ്സ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്യും. വില്ലേജേഴ്സിനെ കൊണ്ട് അവിടെ ഇരുത്തും. നമ്മുടെ ഇതിലിപ്പോൾ ലീശുള്ള കാരണം വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ ഈസി ആണെന്ന് തോന്നുന്നു. മറ്റേ പിന്നെ ഒരു ലീശ വേണമെങ്കിൽ എനിക്കിപ്പോൾ അവിടെ നിന്ന് എടുക്കാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.